നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ സീരിയൽ നടിയായിട്ടുള്ള രേഖ രതീഷ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിനെ ചില യൂട്യൂബർമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നു. ആ ഉപദ്രവം സഹിക്ക വയ്യാതെ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അവസാന പ്രതീക്ഷ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവച്ചത്. അതായത് അവർക്കിപ്പോ ഒരു മകനാണ്. ആ മകനോടൊപ്പം അവർ സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് സിനിമകളിലും അതുപോലെ തന്നെ പല സീരിയലിലും ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രേഖ രതീഷ് എന്ന് പറയുന്നത്. മോശമല്ലാത്ത ഒരു സാമൂഹിക ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് രേഖ രതീഷിനുള്ളത്. പക്ഷേ രേഖ രതീഷിന്റെ മുൻപുള്ള ജീവിത രീതിയെ കുത്തിപ്പൊക്കിക്കൊണ്ട് പല യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ അവരെ വേട്ടയാടുന്നു എന്നാണ് അവർ ഈ ഒരു വീഡിയോയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളോട് നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് അവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുമ്പ് അവർ സോഷ്യൽ മീഡിയയിലൂടെ അത് ജനങ്ങളെ അറിയിക്കുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നുണ്ട്, എനിക്കും എന്റെ മകനും ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ രേഖ രതീഷ് എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരാൻ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അവരെ ഇത്രയധികം യൂട്യൂബേഴ്സ് അവരെ വേട്ടയാടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർ മുൻപ് ഒന്ന് രണ്ട് വിവാഹങ്ങളൊക്കെ കഴിക്കുകയും അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അതിന്റെ പേരിൽ അവര് കഥയല്ലത് ജീവിതം എന്ന് പറയുന്ന അമൃത ടി വി നടത്തിയ ഒരു പ്രോഗ്രാമിലൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ അവര് അവരുടെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യയായ ആ പെൺകുട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പല വാക്കുകൾ ഉപയോഗിക്കുകയും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള രേഖ രതീഷ് എന്ന് പറയുന്ന സ്ത്രീ പിന്നീട് ഒരു വിവാഹം കഴിക്കുകയും ഒന്നിലധികം വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്കെതിരെ യൂട്യൂബേഴ്സ് പ്രതികരിക്കാനുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മുൻപ് കഴിഞ്ഞൊരു കാര്യമാണ്. അതിനെ വീണ്ടും യൂട്യൂബേഴ്സ് കുത്തിപ്പൊക്കി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ശരിയായ പക്ഷം എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാരി മാറുന്നത് പോലെയാണ് രേഖ രതീഷ് ചില ആളുകളെ മാറുന്നത് എന്നാണ് യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് രേഖ രതീഷിന്റെ മകൻ രേഖ രതീഷിനോട് ഇത് എന്താണ് അമ്മ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വരാൻ കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ കാരണം എന്നുള്ള രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും രേഖ രതീഷിന് ഇതിന് ഉത്തരമില്ലാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് രേഖ രതീഷ് യൂട്യൂബേഴ്സിനോട് പറയാണ്, നിങ്ങൾ തന്നെ ഇതിനൊരു ഉത്തരം കൊടുക്കണം, എന്റെ മകന് നിങ്ങൾ എന്താണ് നിങ്ങൾ പറഞ്ഞ കാര്യം എന്നുള്ളതൊക്കെ കൺവിൻസ് ചെയ്ത് എന്റെ മകനെ കൺവിൻസ് ചെയ്യണം എന്നാണ് രേഖ രതീഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കൊക്കെ ശേഷം രേഖ രതീഷ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ രേഖ രതീഷ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്, മറിച്ച് എന്നെ ആക്രമിക്കുന്ന ഒരു കൂട്ടം യൂട്യൂബേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ അങ്ങനെ യൂട്യൂബേഴ്സ് എന്ന് എടുത്തു പറഞ്ഞപ്പോൾ അത് ഒട്ടനവധി ആളുകൾക്ക് വേദന ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അതിനവര് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും മാപ്പ് പറയുകയും തന്നെ ഉപദ്രവിച്ച ചില ചാനലുകളുടെ പേര് അവരെടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും രേഖ രതീഷ് ഇപ്പൊ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു പരാതി നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപമാനിക്കുന്നു, യൂട്യൂബേഴ്സ് തന്നെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഈ യൂട്യൂബേഴ്സ് ആണ് പ്രധാന കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു വ്യക്തിയെ അവഹേളിക്കുന്ന രീതിയിൽ ആവാതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്.